തൊട്ടാപ്പൊള്ളുമെങ്കിൽ വിടരുത്, മുറുകെ പിടിച്ചോണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നിങ്ങളിൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാൽ വിശ്വസിച്ചേ മതിയാവും. പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ദേവനാണ്. പോയിട്ട് ഞാൻ തിരികെ വരും, നിങ്ങളെയൊക്കെ കാണാനെന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ജീവനുള്ള ദേവൻ മാത്രമാണ്. ഉയർത്തെഴുന്നേറ്റതും മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ ശക്തിയുള്ള പ്രപഞ്ചത്തിൽ നിൽക്കുന്ന നമ്മുടെ യേശു അല്ലേ. അപ്പോൾ നമ്മളെ ആര് സ്നേഹിക്കുന്നുവോ അവരിലാണ് നമ്മൾ കൂടുതൽ സ്നേഹം വെക്കുന്നത് അല്ലേ. നമ്മുടെ സങ്കടങ്ങൾ ആര് കാണുന്നുവോ, നമ്മുടെ സങ്കടത്തിൽ ആര് പങ്കുകൊള്ളുന്നുവോ, നമ്മുടെ വേദനയിൽ ആരാണ് ആശ്വാസം തരുന്നത്, അവരെ ആയിരിക്കും നമ്മൾ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നമ്മൾ കൂട്ടുകൂടുന്നത് അല്ലേ. നല്ലൊരു ഫ്രണ്ടായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരനായിരിക്കാം, കൂട്ടുകാരിയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നത് ആരാണ്? കൂടെപ്പിറപ്പാണോ? അറിയില്ല. ആരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ കരുതുന്നത്, നമ്മളെ സ്നേഹിക്കുന്നത്, അവരോടായിരിക്കും നമുക്കും ഇഷ്ടം അല്ലേ. സ്നേഹം കാശ് കൊടുത്താൽ കിട്ടുന്നില്ല. അപ്പം അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവനുള്ള ദേവൻ. തൊട്ടാ പൊള്ളുമെങ്കിൽ വിടരുത്, മുറുകെ പിടിച്ചോണം. എനിക്ക് പലവട്ടം പൊള്ളിയത് കൊണ്ടാണ് ഞാനിപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് പലർക്കും ചിലപ്പം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഇത്തിരി കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കും. നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ്. നമ്മുടെ ദൈവം ഒരിക്കലും സമ്പത്ത് ചോദിക്കുന്നില്ല, സമ്പത്ത് കൊടുക്കാറാണ് എല്ലാ മക്കൾക്കും. വേദനിക്കുന്ന മക്കൾക്കെല്ലാം ധനം അപ്പൻ്റെ ഉറവ തുറന്ന് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് സങ്കടങ്ങളുള്ളവരൊക്കെ ജീവനുള്ള ദേവനെ പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരുപാട് വട്ടം വേദനിച്ചപ്പോൾ ഒരുപാട് വട്ടം താങ്ങായി വന്നൊരു മനുഷ്യനാണ് യേശുവപ്പൻ. അതുകൊണ്ട് ഞാൻ ഇന്നും ആ മനുഷ്യനെ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ യേശുവിനെയാണെന്ന് ഞാൻ പറയും. ഉറക്കെ ഞാൻ വിളിച്ചു പറയും, എൻ്റെ യേശുവിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. കളങ്കമില്ലാത്ത സ്നേഹം. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് അപ്പൻ്റെ അടുത്ത് പോയി നമ്മൾ ആ തെറ്റ് ഏറ്റു പറഞ്ഞാൽ പോലും മാറോട് ചേർത്തണച്ച് നമുക്ക് മാപ്പ് തരുന്ന ഒരേ ഒരാൾ. അതാരാണെന്ന് പറഞ്ഞാൽ ആ നിറഞ്ഞ പുഞ്ചിരിയായിട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ നമുക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ്റെ ചോര മുഴുവനും പൊടിച്ച് അവസാനം ആ ശരീരത്തിൽ നിന്ന് വെള്ളമിറ്റിട്ട് വന്നു. അത്രയും നിമിഷം വരെ ആ മനുഷ്യൻ നമ്മൾക്ക് വേണ്ടി, നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച് എന്നൊരു മനുഷ്യനാണ്. നമ്മുടെ ഒരു വിരൽ മുറിഞ്ഞാൽ നമ്മൾ സഹിക്കും. ആ മനുഷ്യൻ്റെ കയ്യിലെല്ലാം ആണിയടിച്ച്, തലയിലെല്ലാം മുള്ളാണിയടിച്ച് എന്തൊക്കെയോ ചെയ്തു അല്ലേ. നമുക്കത് കണ്ടു നിന്നാൽ സഹിക്കുമോ? ഇല്ല. നമുക്കൊരു വിരൽ മുറിഞ്ഞാൽ നിസ്സാരം നമുക്കൊരു മുള്ളു കൊണ്ടാൽ സഹിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ നമ്മൾക്ക് വേണ്ടി എന്തോരം ത്യാഗം സഹിച്ചിട്ടും ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾ. എന്നിട്ടും എന്ത് പറഞ്ഞു? ഞാൻ പോയിട്ട് തിരിച്ചു വരും, നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ തിരിച്ചു വരുമെന്ന്. ഇന്നും ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഒരമ്മയുടെയും മകൻ്റെയും വീഡിയോ. ആ അമ്മയ്ക്ക് 2 മക്കളായിരുന്നു. ആദ്യത്തെ മകൻ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അവർ ഹിന്ദുവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമത്തെ മകന് പെട്ടെന്നൊരു അസുഖം വന്നു. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി, കുറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ വിധി എഴുതി, ഇനി ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ടും അവർ ആയുർവേദത്തിലൊക്കെ പോയി. അപ്പോഴും അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3 വർഷം തുടരെ ചികിത്സ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു സൈഡ് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ആ മകൻ്റെ മനസ്സിൽ പ്രതീക്ഷകളൊക്കെ പോയി, ആ അമ്മയ്ക്കും പ്രതീക്ഷകളൊക്കെ പോയി. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. മകന് വേദന കൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. പല രാത്രികളിലും മകൻ കണ്ടു, മരിക്കണം, ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ച നാളുകളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാനലിലൂടെ പാസ്റ്ററിൻ്റെ വചനങ്ങൾ കേൾക്കാനിടയായത്. ടിനു പാസ്റ്ററിൻ്റെ വചനങ്ങൾ കേൾക്കാനിടയായത്. ടിനു പാസ്റ്റർ ഞാനും കണ്ടിട്ടില്ല, പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ ആ പാസ്റ്ററിൽ നിന്ന് ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ, മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഞാനും കാണാറുണ്ട്.
അപ്പോൾ ആ പാസ്റ്ററിൻ്റെ വചനം കേൾക്കാനിടയായപ്പോൾ ഈ സഹോദരന് മനസ്സിലൊരു ചിന്ത വന്നു, എനിക്ക് പാസ്റ്ററിനൊന്ന് കാണാൻ പോകണമെന്ന്. അപ്പം ഈ മകൻ്റെ അമ്മയോട് പറഞ്ഞു, ഇനി എനിക്ക് മരുന്നും ഒന്നും തന്നെ വേണ്ട, എനിക്ക് ഡിനു പാസ്റ്ററിൻ്റെ അടുത്ത് വചനം കേൾക്കാനായിട്ട് ആ പ്രാർത്ഥനയ്ക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മകൻ പോകുമ്പോൾ 2-3 പേര് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മകനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിടിച്ചു വേണം കൊണ്ടുപോകാനായിട്ട്, നിൽക്കാനൊക്കത്തില്ല, അത്ര പെയിനാണ്. പിന്നെ വേദന കാരണം വീഴും, നിൽക്കാനൊക്കത്തില്ല, ശക്തിയില്ല ശരീരത്തിന്. അങ്ങനെ മാനസികമായിട്ട് തകർന്ന ഒരു അനിയൻകുട്ടനാണ്. അപ്പോൾ ആ സമയത്ത് 3 പേര് കൂടി പിടിച്ചാണ് കൊണ്ടുപോയത്. പക്ഷേ നടക്കാൻ ബുദ്ധിമുട്ട് കാരണം ഏറ്റവും ബാക്കിലാണ് ഇരുന്നത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഒത്തിരി മക്കളുണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും ബാക്കിലാണ് പുള്ളിക്കാരൻ ഇരുന്നത്. പാസ്റ്ററിന് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ തിരക്കിനിടയിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പാസ്റ്റർ വിട്ടങ്ങ് പോയി. ഈ മകനെ ഒന്ന് കാണാനോ ഒന്ന് തൊടാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ കഴിഞ്ഞില്ല. അവരാകെ ഇരുന്ന് വേദനിച്ചു. അപ്പോൾ മകൻ്റെ അമ്മ ഓടിപ്പോയിട്ട് പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മകനെ ഒന്ന് കാണാതെ പോകരുത്, എൻ്റെ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാതെ പോകരുതെന്ന് പറഞ്ഞു. അപ്പോഴാണ് പാസ്റ്റർ അറിയുന്നത് ഇങ്ങനെ സുഖമില്ലാത്തൊരു അനിയൻ അവിടെ വന്നിരിപ്പുണ്ടു എന്നുള്ളത്. അങ്ങനെ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ ആ അനിയൻ പറഞ്ഞ സാക്ഷ്യമാണ്, ഞാൻ കണ്ടില്ല, ആ അനിയൻ ചാനലിലൂടെ പറഞ്ഞ സാക്ഷ്യമാണ്. അപ്പം തന്നെ ആ അനിയൻ്റെ ശരീരത്തിലേക്ക് ഒരു വൈബ്രേഷൻ കയറുന്നതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. പരിപൂർണ സൗഖ്യമായി. ഇന്ന് തുള്ളിച്ചാടിയാണ് നടക്കുന്നത്. ആ അനിയൻകുട്ടൻ്റെ കൂട്ടിനുള്ളൊരു കൂട്ടുകാരന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പണ്ടൊക്കെ എൻ്റെ കൂടെ കളിക്കാൻ വരുമായിരുന്നു, ഇപ്പോൾ ഞാൻ കളിക്കാൻ വിളിച്ചാൽ വരില്ല, ഇങ്ങനെ ഓടിച്ചാടിയൊന്നും നടക്കാൻ പറ്റില്ല അവന്, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇന്ന് അവൻ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് ഞങ്ങളുടെ കൂടെ പന്ത് കളിക്കാനും ബാറ്റ് കളിക്കാനും ഒക്കെ ഓടിച്ചാടി വരും. നല്ല പരിപൂർണ സൗഖ്യം ദൈവം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ അമ്മയും മകനും ആ കൂടപ്പുറപ്പൊക്കെ സാക്ഷി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ മുകളിലിരിക്കുന്ന ശക്തി, ആ പ്രപഞ്ചം, ആ പ്രകാശം, യേശുപ്പൻ സൗഖ്യം കൊടുത്തതാണ്. അവർ ഹിന്ദുവായിരുന്നു, എന്നിട്ടും അവർക്ക് ആ സൗഖ്യം കൊടുത്തത് കൊണ്ട് അവർ യേശുവിൽ വിശ്വസിക്കുന്നു. അപ്പം ജീവനുള്ള ദേവൻ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ സ്നേഹിക്കുക. ആരും അറിയില്ല, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കട്ടിൽമേൽ എണീറ്റിരുന്നിട്ട്, യേശുവേ, യേശുപ്പ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എൻ്റെ പാപം കഴുകിക്കളയണമേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ, എനിക്കൊരു വാതിൽ തുറന്നു തരണമേ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം ഒന്ന് വിടർത്തേണമേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദുഃഖങ്ങളൊന്ന് പങ്കുവെച്ചു കൊടുത്താട്ടെ, നിങ്ങൾക്കും അത്ഭുതങ്ങൾ സംഭവിക്കും. ആ അത്ഭുതം സംഭവിച്ചതിന് ശേഷം പിന്നെ ഇത് കളഞ്ഞിട്ട് വേറെ പോകാമെന്ന് വിചാരിച്ചാൽ ഒരു രക്ഷയില്ല. വീണ്ടും നമ്മൾ പഴയതിലേക്ക് തന്നെ പോകും. ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും കാല് ചവിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കേസാണ്. നമ്മൾ ഒരു കാലവും രക്ഷപ്പെടില്ല. വിശ്വാസം എന്നുള്ളത് ഒന്നാണ്. വിശ്വസിച്ചാൽ ഒന്നിൽ ഉറച്ചു നിൽക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇഷ്ടപ്പെടുന്നവരൊക്കെ സ്നേഹിക്കുക, ലാളിക്കുക, കൂടെ കൊണ്ട് കിടക്കുക. പോകുന്ന യാത്രകളിലും സഞ്ചരിക്കുന്ന വാഹനങ്ങളിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, തീർച്ചയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് കഴിയുന്നവർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ടിനു പാസ്റ്ററുടെ വചനം ഒന്ന് കേൾക്കണം. പുള്ളിയുടെ ചാനൽ വന്നിട്ട് യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഈ സാക്ഷ്യം നിങ്ങൾക്ക് അതിലൂടെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും അത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ട് വിശ്വാസം വരുമോ അത്ര കണ്ട് നിങ്ങൾ ദൈവത്തിനെ വിളിച്ചാൽ നിങ്ങൾക്ക് അവിടെ വലിയ മാറ്റം തന്നെ സംഭവിക്കും. ഇപ്പോൾ ചർച്ചിൽ തന്നെ പോകണമെന്നൊന്നുമില്ല, വീട്ടിലിരുന്ന് വിളിച്ചാലും വിളിക്കലും ബൈബിൾ വചനം എടുത്തിട്ട് ഒരു 2 വരി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വരി വായിച്ചാൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളുണ്ടാവും. നമുക്കിപ്പോൾ ബൈബിളായാലും ഫുള്ളും നമുക്ക് വായിച്ചു പഠിച്ചതിന് ശേഷം നമുക്ക് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചാൽ നമ്മളെ വാർദ്ധക്യം കൊണ്ടുപോകും. ഒരിക്കലും നമുക്ക് കഴിയില്ല. അതിന് നമ്മൾ ചർച്ചിൽ പോയി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനെ ആരാധിച്ചൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വചനം കയറും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നമ്മളിലൂടെ ഒരുപാട് പേർക്ക് സൗഖ്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ, ഞാൻ എല്ലാവരോടും ഞാൻ പറയില്ല നിങ്ങൾ അവിടെ തന്നെ പോകണം, അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കുമെന്നാണ്. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു. അത് നിങ്ങളോടൊപ്പം എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നി. കാരണം നമുക്കുണ്ടായൊരു അനുഭവം നമ്മൾ സാക്ഷ്യമായിട്ട് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് അതൊരു പ്രയോജനമായേക്കാം.
അപ്പോൾ ടിനു പാസ്റ്റർ പ്രാർത്ഥിക്കുന്നത് ചാനലിലൂടെ കണ്ടിട്ടാണ് ആ ഫാമിലിക്ക് സൗഖ്യം കിട്ടിയത്. കാണാതിരുന്നെങ്കിലോ? അപ്പോൾ അത് കണ്ടത് കൊണ്ട് അവിടെ പോകണമെന്ന് തോന്നി ദൈവം ആ മകനെ തൊട്ടു. അതുകൊണ്ട് ഇന്ന് ആ മകൻ ഓടിച്ചാടി നടന്ന് ജോലികൾ ചെയ്യും. ആ സഹോദരൻ പറഞ്ഞതാണ്, ഒരു ലോട്ടറി ടിക്കറ്റെങ്കിലും വിറ്റുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വേദനയോടെ കരഞ്ഞൊരു വ്യക്തിയാണ്. ഇന്ന് ഓടിച്ചാടി നടക്കുന്നു എല്ലാവരെയും പോലെ. അപ്പോൾ ആ ഒരു ഭാഗ്യം കൊടുത്തത് ആരാണ്? ജീവനുള്ള ദേവനാണ്. അപ്പോൾ എത്ര പേർക്ക് അപ്പനെ സ്നേഹിക്കാൻ കഴിയും? അത്ര പേര് സ്നേഹിക്കുക. കളങ്കമില്ലാത്ത സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ കുറച്ച് കൊടുത്താൽ തോലെ സ്നേഹം അവിടുന്ന് തരും. അതാണ് ജീവനുള്ള ദേവൻ. അവിടെ സമ്പത്തൊന്നും ചോദിക്കുന്നില്ല, പണം ചോദിക്കുന്നില്ല. അവിടെ എനിക്ക് കുറച്ച് പണം താ എന്നിട്ട് എന്നെ സ്നേഹിക്കുന്ന യേശുവപ്പൻ പറയുന്നില്ല. യേശുവപ്പൻ പറയുന്ന ഒരേ ഒരു കാര്യം, പാപം ചെയ്യാതെ എന്നോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രാവശ്യം കൊള്ളിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. പിന്നെ ഞാൻ തന്നെ എഴുതിയ ഒത്തിരി പാട്ടുകളുണ്ട് കേട്ടോ. അതിലൊരു 4 പേര് ഞാൻ പാടാം. ഞാനിറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നിതാ നന്ദി നാഥ, ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കേക്കുമായി ഞാനിറങ്ങിടുമ്പോഴെല്ലാം ഇനി കൂട്ടായി നീ അരികിൽ നീ വേണം. പോകുന്ന യാത്രയിലെന്നെ നോക്കി കാത്തു സൂക്ഷിക്കുക വേണം. ഞാനിറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നിതാ നന്ദി നാഥ, ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കേക്കുമായി. ഇത് ഞാൻ എഴുതിയ വരികളാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് പാട്ടുകൾ 4 വരി വീതം ഇങ്ങനെ എൻ്റെ മനസ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ. എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് യേശുവിൻ്റെ പാട്ട് ഒരുപാട് ഞാനിങ്ങനെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്നേഹിക്കൂ, സ്നേഹം വാങ്ങിക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരും വരെ ടാറ്റാ, ബൈ ബൈ.